ഓക്കെ, നമുക്ക് സിമ്പിളായിട്ടൊരു വാർഡ്രോബ് വരയ്ക്കാം. പിന്നെ ഒരു 4 ഡോറ് വരുന്ന ഗ്ലാസ് ഡോർ വരുന്ന വാർഡ്രോബാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് റെക്റ്റാങ്കിൾ വരച്ചു. 40 വിഡ്ത്തും 200 ലെങ്ത്തും 200/40. അതിനുശേഷം 7 അടി ഹൈറ്റ്, അതായത് 2:10 ഹൈറ്റ് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് താഴെ വരുന്ന ഈ ഒരു ലൈനിനെ ഒന്ന് ജസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം പുഷ് പുട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യുക. അതിനുശേഷം ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. F അടിച്ചിട്ട് ഓഫ് സെറ്റ് എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് ഒരു 38 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പീസ് സെലക്ട് ചെയ്യുക. Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. Ctrl+Shift+V അടിച്ച് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അതായത് എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് ഇൻ പ്ലേസ് ഉണ്ടാവും. ഞാനത് Ctrl+Shift+Vയിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിൽ വന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. ഓക്കെ, ഇതിനുശേഷം ഇതിനെ ഈ ഒരു 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുന്നുണ്ട്. ഇതിനെ മേക്ക് എ കോമ്പോണൻ്റ് ആക്കുക. അതിനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് കീബോർഡിനകത്ത് by4 അടിക്കുക. 4 ഡോറിൻ്റെ വാർഡ്രോബാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഈ ഒരു പീസ് ഡിലീറ്റ് ആക്കുക. ഇവിടെ വരുന്ന പീസും ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ ഉള്ളിലോട്ട് 2 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഡോറ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു ഭാഗങ്ങളിൽ പിന്നെ ഡ്രോയർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ഡ്രോ എടുത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഒരു 30 സെൻറ്റിമീറ്റർ, ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡ്രോയർ എടുക്കുക. അതിനെ ഗ്രൂപ്പ് ചെയ്യുക. 20 സെൻറ്റിമീറ്ററിൻ്റെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിന് 2 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു പീസ് സെലക്ട് ചെയ്ത് കോപ്പി അടിക്കുക. പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അതിനുശേഷം ഓഫ് സെറ്റ് കൂടെ എടുത്തിട്ട് ഒരു 0.3 കൊടുക്കുക. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഡിലീറ്റ് ആക്കുക. ഈ ഗ്രൂപ്പ് ചെയ്ത സംഭവം പുഷ് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക. എന്നിട്ട് ഇതിനും ഈ ഡോറും ഇതും കൂടിയും സെലക്ട് ചെയ്ത് Ctrl+G അടിച്ച് കോപ്പി ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം മൂട്ടർ എടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുക്കുക. അതൊന്ന് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, 2 ഡ്രോയർ അവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുക്കുക, ഇപ്പുറത്തോട്ട് വെക്കുക. അതിൻ്റെ കോപ്പി എടുക്കുക, നേരെ മുകളിൽ വെച്ചിട്ട് ഇവിടെ ഒരു 4 ഡ്രോയർ. നമ്മൾ സിമ്പിളായിട്ടാണ് ഈ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് അനുസരിച്ചിട്ട് ഇത് പിന്നെ സിംഗിൾ യൂണിറ്റ് ഒക്കെ ആക്കാം കേട്ടോ. നമ്മളെ ഒരു റിക്വയർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. എനിവേ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഒരു 300 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ ലൈൻ സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക. ഈ ഒരു എൻഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് by4 അടിക്കുക. അപ്പോൾ 4 പീസായി കിട്ടും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഡോറ് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം അതിനെ കമ്പോണൻ്റ് ആക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് ഈ കമ്പോണൻറ്റിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ച് by3 അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3 കോപ്പി കിട്ടും. എന്നിട്ട് ഈ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു പ്ലെയിന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ബാക്കിലോട്ട് 2 സെൻറ്റിമീറ്റർ പുഷ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ എഡ്ജ് കാണിക്കാൻ വേണ്ടി ഒരു 0.2 ഗ്യാപ്പ് കൊടുക്കുക. ഇവിടെയും 0.2 ഗ്യാപ്പ് കൊടുക്കുക. 4 സൈഡിലും 0.2 ഗ്യാപ്പ് കൊടുക്കുക. അപ്പം ഇങ്ങനെ 4 ഡോറായി കിട്ടും. അങ്ങനെ 4 കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. നേരെ ഇങ്ങോട്ടേക്ക് 300 തന്നെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, നമ്മളിത് കമ്പോണൻറ്റ് ഈ ഡോറ് എല്ലാം നമ്മൾ കമ്പോണൻ്റ് ആണ്. അതായത് ഒന്നിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും അത് എഡിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പോണൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്കിതിന് 4 ഈ ഗ്ലാസ് ഇടാനാണ്. ഈ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഗ്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് F അടിച്ച് ഓഫ് സെറ്റ് കൊടുക്കുക. 2 സെൻറ്റിമീറ്റർ ഒരു 2.2 കൊടുക്കുക. ഒരു 2.2 ഓഫ് സെറ്റ് അടിക്കുന്നുണ്ട്.
സെൻറ്റർ പീസ് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക, പുഷ് പുട്ട് കൊടുത്തിട്ട് അതിനെ ഡിലീറ്റ് ആയി കളയുക. അതിന് ശേഷം അതിന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അതായത് ഓൾറെഡി നമ്മൾ കൺട്രോൾ സി അടിച്ചിട്ട് ആ ഒരു ഫേസിനെ കോപ്പി ചെയ്തിരിക്കണില്ലേ, അതിന് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. അതിനെ ഒരു സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക, ഗ്രൂപ്പ് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ. അതിന് ശേഷം സ്കെച്ചപ്പിൻ്റെ മെറ്റീരിയൽസിൽ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഉണ്ടാവും, ഗ്ലാസ് എടുക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ ഫ്രെയിമിന് ഞാൻ മൊത്തത്തിലൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും മെറ്റീരിയൽ എടുക്കുക, കളർ സെലക്ട് ചെയ്യുക, ബ്ലാക്ക് അടിക്കുക, കൊടുക്കുക. ഓക്കെ. ഞാൻ ഫ്രെയിമിന് മാത്രം തൽക്കാലം ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്, ഉള്ളിൽ ഇൻറ്റീരിയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തൽക്കാലം മോണോക്രോം മോഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് സി അടിക്കുക, സർക്കിൾ ടൂൾ എടുക്കുക, ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുക. നേരെ വേണ്ട, 1 വേണ്ട, ഒരു 0.5 മതിയാവും. ഒരു 0.5ൻ്റെ സർക്കിൾ വരയ്ക്കുക. ഇതിന് നേരെ ഇവിടെ കൊടുന്ന് വെക്കുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം ഏകദേശം സെൻറ്ററാക്കി മൂവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു എൻഡ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഈ ഒരു ഇതൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഹാങ് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, നമ്മൾ വലിയ ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, ഇവിടെ കൊടുന്ന് വെക്കുക, ലൈൻ എടുക്കുക. ഓക്കെ. ഈ ഒരു സൈഡ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മെഷർമെൻ്റൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതിനുശേഷം ആർക്ക് ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. 2 സൈഡിലും ആർക്ക് വരച്ചിട്ട് എക്സ്ട്രാ വരുന്ന ലൈനുകൾ കാര്യങ്ങൾ ഡിലീറ്റ് ആക്കുക. ഈ ഒരു പീസിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോമ്പോണൻ്റ് ആക്കുക. ഇതിൻ്റെ കോപ്പി എടുക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ കൊടുന്ന് വെക്കുക. 2 സെലക്ട് ചെയ്തിട്ട് എല്ലാ ഷെൽഫിലും കൊടുന്ന് വെക്കുക. അതിനുശേഷം അതിന് കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി കളർ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു റോഡ് ഞാൻ SS ആണ് കൊടുക്കുന്നത്. SS കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് വിസിബിൾ ആവുക. എന്തായാലും ഞാൻ ഇനി SS കൊടുക്കുന്നുണ്ട്. അതിന് SS കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ലൈബ്രറി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മെറ്റലിൽ വരിക, ഇവിടെ അലുമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവും, ഇമ്പോർട്ട് അടിക്കുക, ക്ലോസ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കളർ ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ 1-2 തട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, വരയ്ക്കുക. സിമ്പിളായിട്ട് വരച്ചാൽ മതി. മേക്ക് എ കോമ്പോണൻ്റ് കൊടുക്കുക, കോപ്പി എടുത്തിട്ട് ഏകദേശം ഒരു ഈ ലെവലിൽ കൊടുന്ന് വെക്കുക. by2 അടിക്കുക, അല്ലെങ്കിൽ by3 അടിക്കുക. ഈ താഴെ വന്നിട്ടുള്ള സംഭവം ഡിലീറ്റ് ആക്കുക. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കോപ്പി ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷം
ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഒരു 6 കള്ളി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനെ ഇവിടുന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് കള്ളി ഡ്രസ്സ് ഹാങ് ചെയ്യുന്ന സെറ്റപ്പ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാർഡ്രോബ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് ഹാൻഡിൽ വേണം. ഹാൻഡിൽ നമുക്ക് 3D വൈറസ് ഡൗൺലോഡ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് വരച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം 3D വൈറസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതുള്ളത് കൊണ്ട് അതെടുത്ത് യൂസ് ചെയ്യാണ്. സിമ്പിളായിട്ടുള്ള ഈ ഹാൻഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഈ ഹാൻഡിൽ കോപ്പി ചെയ്യുക, ബാക്കിയൊക്കെ ഡിലീറ്റ് ആക്കുക. ഇതിനൊന്ന് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അലൈൻമെൻ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് SS-ൻ്റെ ഹാൻഡിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ഇതിന് 4 കൺട്രോൾ അടിച്ച് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കൊടുന്ന് പേസ്റ്റ് അടിക്കുക. നമുക്ക് അതിൻ്റെ ഫ്രെയിം മാത്രം ബ്ലാക്ക് കൊടുത്ത് ബാക്കി കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു വുഡൻ ഫിനിഷിലോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക. എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ യൂസ് ടെക്സ്ചർ ഇമേജ് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിനകത്ത് വന്നിട്ട് മെറീനോൻ്റെ ഏതെങ്കിലും ലാമിനേഷനാണ് കൊടുക്കുന്നത്. സൈസ് 120 ആക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് വേണ്ട, ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും നന്നായിരിക്കും അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. മറ്റേ നമ്മൾ ലോഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഹെവി സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുക. ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ എവിടെയും കൊടുക്കുന്നില്ല. 3, അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ എൻഡിലെ 3 ലൈന് സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്താണ്ട് അതിന് കൺട്രോൾ പ്രസ് ചെയ്താണ്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പി കിട്ടും. ഇവിടെ കറക്റ്റ് കൊടുന്ന് വെക്കുക. സെൻറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ കൊടുക്കുക. രണ്ട് സെൻറ്റിമീറ്റർ കൊടുക്കുക. ശേഷം കളർ അപ്ലൈ ചെയ്യുക. മെറ്റീരിയൽ MSC മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയുള്ള കളർ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 4 സൈഡിലും നമുക്കൊരു ക്രോസ് ലൈൻ വരച്ചെടുക്കുക. ശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അലൈൻമെൻ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സേവ് അടിക്കുക. ഇനിയിപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ലൈറ്റ് പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ എൻസ്കേപ്പിൻ്റെ ടൂൾസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻസ്കേപ്പ് ഒബ്ജക്റ്റ് ആണ് ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് അങ്ങനെ മൂവ് കഴിഞ്ഞാൽ ലൈറ്റ് എനേബിൾ ആയിട്ട് വരും. ഓക്കെ, ലൈറ്റ് ആഡ് ആവും. അതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക. റൊട്ടേറ്റ് ടൂൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. ആക്ച്വലി നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ലൈറ്റ് പ്ലേസ് ചെയ്യലെന്ന്. നമ്മളെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചാനലിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മളൊരു കിച്ചൺ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. എൻസ്കേപ്പ്, സ്കെച്ചപ്പ്, വിയറെ ഒക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്.
ഓക്കെ, ഞാനിവിടെ മിറർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. മിറർ ടൂൾ ആക്ച്വലി 2023 മുതലുള്ള സ്കെച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ടൂൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ 2022 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മിറർ ടൂൾ കാര്യങ്ങളില്ല. അപ്പം ഞാൻ ഈ JHS പവർ ടൂൾ പറഞ്ഞിട്ടുള്ളൊരു പ്ലഗിനകത്ത് മിറർ ടൂൾ ഉണ്ട്, കണ്ടോ? ഈ മിറർ ടൂളിൻ്റെ ഞാൻ ഓൾറെഡി കൺട്രോൾ എമ്മിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് കാര്യങ്ങൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ വിൻഡോയിൽ വരിക. വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ പ്രിഫറൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പം മിററിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മിററിന്ന് സെർച്ച് ചെയ്യുക. അപ്പം മിറർ ഇവിടെ കാണിക്കും. അതിന് ശേഷം ഈ ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് നമുക്ക് ഏത് കീ ആണോ വേണ്ടത്. ഞാൻ ഇപ്പോൾ കൺട്രോൾ എം ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൺട്രോൾ എം പ്രസ് ചെയ്യുക. അതിന് ശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോപ്പപ്പ് ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് വരുന്നത്. നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വരില്ല. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് അസൈൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ കൺട്രോൾ എം പ്രസ് ചെയ്തിട്ട് ഈ സെൻറ്റർ ഭാഗം ക്ലിക്ക് ചെയ്ത് നേരെ മുകളിലോട്ട്, അതായത് ബ്ലൂ ആക്സസിലോട്ട് മൂവ് ചെയ്ത് നേരെ ബാക്ക് ഈ ലൈൻ നോക്കിയാൽ മതി. ഈ ഗ്രീൻ ആക്സസിലോട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ കോപ്പി ഇവിടെ വരും. എന്നിട്ട് മുകളിലോട്ട് കോപ്പി എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് റൊട്ടേഷൻ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. അത് നേരെ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് അലൈൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ വാർഡ്രോബ് ലൈറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സ്കെച്ച് 3D വെയർഹൗസിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് പ്രോജക്റ്റുകൾക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുക. ഇത് വലിയ ക്വാളിറ്റിയുള്ള സാധനം എന്നല്ല, പക്ഷെ അതിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ഇത് ധാരാളമാണ്. മാത്രമല്ല ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഭയങ്കര ഹാങ് ആയിരിക്കും ഫുൾ പ്രോജക്റ്റൊക്കെ വരുമ്പോൾ. തൽക്കാലം അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത്. എന്നിട്ട് അതിനെ എല്ലാതും കൂടി ഗ്രൂപ്പ് ചെയ്യുക, സേവ് അടിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് മെഷ് കാര്യങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തില്ല. അത് എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കണം. അത് ഡിലീറ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നല്ല ലോഡ് എടുക്കും. ഓക്കെ, നല്ല ഹെവി ലോഡായിരിക്കും ഫയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ വിൻഡോയിൽ വരിക. വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ മോഡൽ ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് 6 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ കണ്ടപ്പോൾ 237 മെറ്റീരിയൽ ഉണ്ട് ഈ ഒരു വാർഡ്രോബിനകത്ത്. അപ്പോൾ നമ്മളത് പർജ് അൺയൂസ്ഡ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുള്ള മെഷുകളുടെ എല്ലാ ഫയലും ഡിലീറ്റ് ആകും. അതായത് അൺപർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 105 മെറ്റീരിയലുള്ളൂ. 100 ചില മെറ്റീരിയലോളം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങൾ പിന്നെ അൺപർജ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സേവ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മെറ്റീരിയൽ ഇൻസൈഡ് വരുന്നതൊന്നും ഇപ്പം നമുക്ക് വലിയ വിഷയം വരുന്നില്ല, കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ല. ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ വുഡിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഇത് പിന്നെ മെറീനോൻ്റെ ലാമിനേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മെറീനോൻ്റെ പിന്നെ 10659 എന്ന് പറഞ്ഞിട്ടുള്ള
മെറീനോ ലാമിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഹൈറ്റ് മാപ്പ് ജസ്റ്റ് ഈ യൂസ് ആൽബിനോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 20 ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 50% റിഫ്ലക്ഷനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെറ്റലിൻ്റെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് റിഫ്ലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മെറ്റാലിക്കും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് ടിൻറ്റഡ് ഗ്ലാസ് ആണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ കളറ് ഗ്രേ ഷെയ്ഡ് മാറ്റി കുറച്ച് ബ്ലാക്കിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സേവ് അടിച്ചിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻസ്കേപ്പിലാണ് മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻസ്കേപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ടിൻറ്റഡ് ഗ്ലാസ് എനിക്ക് ഒന്നും കൂടിയും ടിൻറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ നമ്മളെ പ്രോജക്റ്റിൽ കൊണ്ടുവന്നിട്ട് റെൻഡർ അടിച്ച് നോക്കുക, അതല്ലെങ്കിൽ സ്റ്റുഡിയോ റെൻഡറിങ് ചെയ്യുക. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ മുകളിലോട്ടൊന്ന് പുഷ് ചെയ്ത് ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ കർവായി കിട്ടുക, അതൊന്നിങ്ങനെ എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ റിവേഴ്സ് ഫേസ് അടിച്ചു, ആർക്ക് ടൂൾ യൂസ് ചെയ്താണ്ട് ഇവിടെ ഒരു ആർക്ക് കൊടുത്തു. ഈ ഒരു സംഭവത്തിന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ കർവ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിന് ശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ബോക്സിന് ഞാൻ ജസ്റ്റ് ഒരു കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് മാറ്റിയേനെ. ഓക്കെ, ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു സീന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിയുമ്പോൾ കിടന്ന് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സീന ഉണ്ടാക്കുന്നുണ്ട്. അതിന് ശേഷം വേണ്ടത് തൽക്കാലം ഞാൻ ഈ ബോക്സിനെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ലൈറ്റ് കൊടുക്കുക. സ്കെച്ചപ്പിൻ്റെ ഒബ്ജക്റ്റ് എടുക്കുക, റെക്റ്റാങ്കിൾ ലൈറ്റ് എടുക്കുക, ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ലൈറ്റ് വരയ്ക്കുക. അതിനിങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കുക. അതിനുശേഷം അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് സ്ലോപ്പായി കൊടുക്കുക. അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഒന്ന് ഹൈറ്റിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ എം അടിച്ചിട്ട് മിറർ ടൂൾ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീനിനകത്ത് വന്നു കഴിഞ്ഞാൽ സേവ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെൻഡർ അടിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡ്രോബിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ലൈറ്റിന് നമ്മൾ മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുക. അസെറ്റ് ലൈബ്രറി വന്നു കഴിഞ്ഞാൽ ജനറിക്ക് മാറ്റി അസെറ്റ് എഡിറ്ററിൽ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ എഡിറ്ററിൽ വന്നു കഴിഞ്ഞാൽ ജനറിക്ക് മാറ്റിയിട്ട് സെൽഫ് ഇലിമിനേറ്റഡ് ആക്കി. അപ്പോൾ കണ്ടോ അവിടെ ലൈറ്റ് കാര്യങ്ങൾ എനേബിൾ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ഞാനൊരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് മാറ്റുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. പിന്നെ എത്രയാണ് അവിടെ വരുന്നത്. നമുക്കിതിൻ്റെ ഈ ഗ്ലാസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് എന്താ പറയുക ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട്
ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പെർസ്പെക്റ്റീവ് ആയിരിക്കും ഡിഫാൾട്ടായി ഉണ്ടാവുക. ഞാൻ 2 പോയിന്റ് ആക്കിയിട്ടുണ്ട്. എക്സ്പോഷർ ഒന്ന് ഓട്ടോ എക്സ്പോഷർ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ ഒരു 60 ഒരു 50 ഒക്കെ വെക്കുക. പിന്നെ ഈ റെൻഡർ ക്വാളിറ്റി അൾട്രാ ആക്കുന്നുണ്ട്. ഈ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് പറയാത്തത്. നമ്മൾ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അതല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഇമേജിൽ വരിക, ഓട്ടോ കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുക. മോഷൻ ബ്ലർ ഓഫ് ചെയ്യുക. ലെൻസ് ഫ്ലർ ജസ്റ്റ് ഒന്ന് 8-5 ഒക്കെ വെക്കുക. ബ്ലൂമും കുറക്കുക. വിഗ്നെറ്റ് ഓഫ് ചെയ്യുക. ക്രോമാറ്റിക് ഓഫ് ചെയ്യുക. അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ഫോഗ് ഓഫ് ചെയ്യുക. സൺ ബ്രൈറ്റ്നസ് ഒരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നൈറ്റ് ബ്രൈറ്റ്നസ് ഓഫ് ചെയ്യുക. ഷാഡോ ഷാർപ്പനിങ് കുറച്ച് വെക്കുക. ആർട്ടിഫിഷ്യൽ ബ്രൈറ്റ്നസ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആംബിയൻ ബ്രൈറ്റ്നസ് ഫുൾ ചെയ്യുക. പിന്നെ വിൻഡോ ഓഫ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ കസ്റ്റം കൊടുത്തിട്ട് ഒരു 3000 വിടുത്തും 2000 ഹൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാം. ഇതൊന്നും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻറ്റൻസിറ്റി നമ്മൾ ഫുൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ലൈറ്റ് കുറവാണ്. അപ്പം നമ്മൾ ഇതിന് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. തൽക്കാലം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെക്ഷൻ എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മൊത്തത്തിൽ ലൈറ്റിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ലൈറ്റ് വെക്കുക, വരയ്ക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പുറത്ത് വന്നിട്ട് ഒരു സെക്ഷൻ എടുക്കുക. സ്കെച്ചപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെക്കുക. അതിനുശേഷം ആ സെക്ഷനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി എടുത്തൊന്ന് ലൈറ്റ് റൂമിലോട്ട് ഇനഫായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിനുശേഷം നമ്മൾ സീനിലോട്ട് വരിക. സെറ്റിങ്സ് എടുക്കുക. എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇവിടെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ബ്രൈറ്റ്നസ് ഉണ്ടാവും. ജസ്റ്റ് കൂട്ടി വെക്കുക. അതിനുശേഷം സ്കൈയിൽ വന്നിട്ട് ഞാൻ HDRI ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്കൈ ബോക്സ് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള HDRI, പിന്നെ ഒരുപാട് സൈറ്റുകളുണ്ട്. HDRI, പോളിഹെവൻ എന്ന് പറഞ്ഞ സൈറ്റ്, അതുപോലെ അങ്ങനത്തെ സൈറ്റുകളുണ്ട്. അതിന് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള HDRI ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ നമ്മളെ സീനിലോട്ട് വരിക. ഞാനിവിടെ ഈ എഡ്ജ് കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും പുറത്തോട്ട് വന്നിട്ട് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യുക.
അതിനുശേഷം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇൻസൈഡ് വന്നിട്ട് എറൈസർ ടൂൾ എടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട്, അതായത് കാണിച്ചു തരാം, നമ്മളിപ്പോൾ ഡയറക്റ്റ് ഈ ഒരു ലൈന് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കട്ടായി പോകും. അതായത് ആ ലൈൻ അവിടെ കർവ് ജോയിൻ്റ് ആവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് ആ ഒരു ലൈന് മാത്രം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്ത് എറൈസർ ടൂൾ എടുത്തിട്ട് അതായത് എറൈസർ ടൂൾ എടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിമൊരു ഐക്കൺ വരുന്ന നമുക്ക് കാണാൻ പറ്റും. അത് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈന് മാത്രം എറൈസ് ആയി പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾ സീനിലോട്ട് വരിക. ജസ്റ്റ് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒന്നും കൂടി കുറക്കുന്നുണ്ട്. അതുപോലെ ഈ ബ്രൈറ്റ്നസ്സും എക്സ്പോഷറും ഒന്ന് കുറക്കുന്നുണ്ട്, സ്റ്റുഡിയോ റെൻഡറിങ് ആയതുകൊണ്ട്. ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഞാനതിനെ റെൻഡർ എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ബാക്ക് ബാളും കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്തേക്കാം, കാരണം ഈ എഡ്ജ് ഇങ്ങനെ കാണുന്നുണ്ട്, വിസിബിൾ ആകുന്നുണ്ട്. സ്റ്റുഡിയോ റെൻഡറിങ്ങിൻ്റെ കേസിൽ മാത്രം ഉണ്ടോ നമുക്ക് ഡയറക്റ്റ് ക്ലയൻറ്റിന്, നമുക്കിത് ആക്ച്വലി പിന്നെ ഇൻറ്റീരിയർ സീനിലോട്ട് വെക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ ഡയറക്റ്റ് അതിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ സീനിലിട്ടിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് സീന് കാര്യങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മതി. അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇൻറ്റീരിയറിൽ വരുന്ന ലൈറ്റ് കുറച്ച് ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യണം. ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാർഡ്രോബിൻ്റെ അകത്ത് വരിക, ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എൻസ്കേപ്പ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ റെക്റ്റാങ്കിൾ ലൈറ്റ് സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ ജസ്റ്റ് ഒന്ന് റെൻഡർ അടിക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിപ്പോൾ വീറ ആണെങ്കിൽ വീറ ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്തായാലും ഇത് വരച്ചെടുക്കുന്ന പ്രൊസീജിയർ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് വരക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. എനിവേ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.